ഹായ് ഫ്രണ്ട്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവർക്കും ജയം ജനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. രണ്ട് അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ്, അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളുണ്ട്. എന്നാൽ പോലും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്. അത് ആടുജീവിതമാണ്. കാരണം നിങ്ങളെപ്പോലെ തന്നെ ആടുജീവിതം എന്ന് പറഞ്ഞ ആ ഒരു നോവൽ, ആ ഒരു കഥ അത് വായിച്ചുകൊണ്ടാണ് ബെന്യാമിൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനോട് ഒരുപാട് ഇഷ്ടം തോന്നുമ്പോൾ തന്നെ മജീദ് എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് സഹതാപവും സ്നേഹവും അയാളുടെ ആ രക്ഷപ്പെടലിൽ സന്തോഷവും ഒക്കെ തോന്നിയിട്ടുണ്ട് ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ അത് പ്രധാന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുമ്പോൾ എത്രമാത്രം ഒരു ബ്രില്യൻ്റ് ആയിട്ട് ഇത് കൊണ്ടുവരാൻ കഴിയും, എത്രമാത്രം അതിനൊരു നീതി പുലർത്താൻ പറ്റുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ട്രെയിലർ വന്നപ്പോൾ അത് നമുക്ക് ഏകദേശം, അത് ലീക്കായിട്ട് വന്നാണെങ്കിൽ പോലും അത് കണ്ടപ്പോൾ ഏകദേശം ഓക്കെ, പരിപാടി സെറ്റാണ്, ഈ രീതിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഹെവി സാധനമായിരിക്കും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലെസ്സിയാണ് അത്രയും കാലം കഷ്ടപ്പെട്ട് അദ്ദേഹം ഈ സിനിമ ചെയ്യുന്നു. ഇതൊക്കെ ഇതിന്റെ പ്രധാന കാരണങ്ങളാണ്. സോ മാത്രമല്ല, ഇത് സലാറിന്റെ ഒരു ഇന്റർവ്യൂല് പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നുണ്ടായിരുന്നു, ഈ ബ്ലസ്സി ഇതെല്ലാം കുറെ കാലം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഡേറ്റ് മാറി 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 പല ലൊക്കേഷൻസ് നോക്കി അവസാനം ഇതിന്റെ ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പോ ആ സ്ഥലത്ത് ഷോട്ട് വെക്കുന്ന സമയത്ത് പൃഥ്വിരാജിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാണ് പറഞ്ഞത് ബ്ലസ്സി. ആ ഒരു സങ്കടം, അത്രയും കാലത്തെ കാത്തിരിപ്പ്, ഒരു സിനിമയും ചെയ്യാണ്ട് കാത്തിരിക്കുകയല്ലേ. സോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ട്രെയിലറിൽ ഒരുപാട് ലുക്ക് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഫസ്റ്റ് ലുക്ക് എന്ന രീതിയിൽ കറക്റ്റ് ഒരു എക്സാക്ട് ഇതാണ് പൃഥ്വിരാജിന്റെ ആ ഒരു ഫൈനൽ ആ ഒരു മുഖം വന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മല്ലിക സുകുമാരൻ, അദ്ദേഹത്തിന്റെ അമ്മ, പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു കാണാൻ കഴിയില്ല, സ്വന്തം മോനെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പൃഥ്വിരാജനെ ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല, അത്രയും കഷ്ടപ്പെട്ട് അത്രയും എന്താ പറയാ ബുദ്ധിമുട്ടിയവർ ചെയ്തിട്ടുള്ള ഒരു ഒരു അവസ്ഥ, അത്രയും തടി കുറച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയേണ്ട ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഈ ഫസ്റ്റ് ലുക്ക് നാളെ 5 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതാണിത്. ദ ഗ്രേറ്റസ്റ്റ് സർവൈവൽ അഡ്വഞ്ചർ എവർ ഇസ് എ ട്രൂ സ്റ്റോറി, ദ ഗോട്ട് ലൈഫ്, റിബൽ സ്റ്റാർ പ്രഭാസ് അൺവെയിലിംഗ് ദ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് ടുമോറോ അറ്റ് 5 PM. ഇതാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രഭാസ്, റിബൽ സ്റ്റാർ പ്രഭാസ്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഈ ഒരു സിനിമ ചെയ്തതോടുകൂടി സലാറിന് ശേഷം വരദരാജ മന്നാർ ലൂസിഫറിലെ, സോറി എംപുരാൻ, ഓക്കെ, എംപുരാനിലെ സെയ്ദ് മസൂദിന്റെ ചെറുപ്പക്കാരെ അവതരിപ്പിക്കുന്നു പറഞ്ഞു. വരദരാജന്റെ ജൂനിയർ ആ ചെക്കൻ പയ്യൻ ഇപ്പോഴേ റിബൽ സ്റ്റാർ പ്രഭാസിന്റെ ഇതിലൂടെ ഇത് റിലീസ് ചെയ്യുന്നു. മാക്സിമം ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, അതായത് പാൻ ഇന്ത്യൻ രീതിയിലേക്ക് മലയാള സിനിമയെ കൊണ്ടുവരാൻ പുള്ളിക്കാരൻ ശ്രമിക്കുന്നുണ്ട്. അത് ഓരോ സംഭവത്തിലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിവേ, ഈ പോസ്റ്റർ കൊടുത്തതിൽ തന്നെ പൃഥ്വിരാജിന്റെ ഫേസ് രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫേസ് അല്ല, ജസ്റ്റ് ഒരു കണ്ണ് ഇങ്ങനെ ചുരുക്കി പിടിച്ച കണ്ണും ആ പുരികവും മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ തലയെക്കെട്ട കെട്ടിയിട്ട്, അതായത് ആ ഒരു ആട് മേയ്ക്കുന്ന ആൾക്ക് എന്തൊരു പേര് പറയുമല്ലോ, എന്തോ ഒരു പേര് പറയുമല്ലോ, മേയ്ക്കുന്ന ആൾക്ക് എന്താ പറയാ, ഇടയൻ അല്ലേ, ആട്ടിടയൻ. ആ ആട്ടിടയന്റെ ആ ലുക്ക് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു ചാക്കാണ് തോന്നുന്നത്, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫേസ് റിവീൽ ആക്കിയിട്ടില്ല. നാളെ അത് കാണും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് എന്താ അത്രയും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് എന്താണ്, അവസാനം ഈ ഫൈനൽ ലുക്ക് എങ്ങനെ വന്നിട്ടുള്ളതെന്ന് അറിയാനുള്ള വല്ലാത്തൊരു ആകാംക്ഷയുണ്ട്. ജസ്റ്റ് ഒരു മിററിൽ പുള്ളിക്കാരൻ ഇങ്ങനെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാറിന്റെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണിക്കുന്ന അത് മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഒരു ഫേസ് കിട്ടിയിട്ടുള്ളത്. അത് തന്നെ ഭയങ്കരമാണ്. പക്ഷെ ഇതുപോലെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് നമുക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു പിക്ചർ ആയിട്ട് ഇങ്ങനെ തരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ അറിയാനുണ്ടാവും. അതിന്റെ അവസ്ഥ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാനുണ്ടാവും. സോ അതിനുള്ളൊരു ആകാംക്ഷയുണ്ട്. രണ്ട്, ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. ഐശ്വര്യ രജനീകാന്താണ് ചെയ്യുന്നത്. അത് രജനീകാന്തിന്റെ മകൾ തന്നെയാണ് ചെയ്യുന്നത്. അത് മെയിൻ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ക്യാമിയോ, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമിയോ റോളാണ് രജനീകാന്ത് തലൈവർ ഇതിൽ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വിഷ്ണു വിശാലാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിന്റെ ടീസറാണോ ട്രെയിലറാണോ, ടീസറാണോ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഗ്ലിംസ്, എനിവേ ആ ഒരു വീഡിയോ വന്നപ്പോ അതില് പുള്ളിക്കാരൻ വേറെ ലെവലായിരിക്കണം. ആ ഫൈറ്റ് ആണെങ്കിലും പുള്ളിന്റെ വരവും മ്യൂസിക്കും എല്ലാം കൂടെ വന്നപ്പോ രജനീകാന്തിന് ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു അത് കാണാൻ. അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഭയങ്കരധികം മൈലേജ് ആ ഒരൊറ്റ ഗ്ലിംസിന് ശേഷം അല്ലെങ്കിൽ ആ ടീസറിന് ശേഷം വന്നിട്ടുണ്ട്. സോ ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് അത് വന്നിട്ടുണ്ട്. അതായത് 9th February ഇൻ സിനിമാസ് വേൾഡ് വൈഡ്, ലാൽ സലാം. അപ്പോൾ നമ്മ തേർ തിരുവിഴക്ക്
അലപ്പറ കിളപ്പ നേരം വந்தாச்சு. അലപ്പറ കിളപ്പുറം. ഓക്കെ, മറ്റേ ജയിലർ. അപ്പൊ നേരം വந்தாச்சு ലാൽ സലീം ഹിറ്റ് ദ ബിഗ് സ്ക്രീൻ ഓൺ 9th February. ഓക്കെ, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 9-ാം തീയതി, അടുത്ത മാസം 9-ാം തീയതി ലാൽ സലാം സിനിമ തിയേറ്ററിലേക്ക് വരും. ഈ പറഞ്ഞ പോലെ ഐശ്വര്യ രജനീകാന്ത് ചെയ്യുന്നു ഉള്ളതിനും അപ്പുറം രജനീകാന്തിന്റെ ഈ ക്യാമിയോയ്ക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഈ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിന് മുമ്പ് പ്രതീക്ഷയില്ലെങ്കിലും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ടീസർ അല്ലെങ്കിൽ ഗ്ലിംസ് എന്തെങ്കിലും ആയിക്കോട്ട് പോട്ടെ, വാട്ടെവർ, ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. സോ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ ഡേറ്റും വന്നിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളെ പറയാനുള്ളൂ. പക്ഷെ ഇതിനേക്കാൾ ഉപരി ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നാളത്തെ പൃഥ്വിരാജിന്റെ അല്ലെങ്കിൽ ആടുജീവിതത്തിന്റെ ഫസ്റ്റ് ലുക്കിന് വേണ്ടി തന്നെയാണ്. പിന്നെ ഒഫീഷ്യലി അവർ സാധനം തരണമല്ലോ. മറ്റത് 12 മണിക്ക് പെട്ടെന്ന് ഒരു ഫെസ്റ്റിന് അയക്കാൻ വേണ്ടിയിട്ട് അവര് എന്താ പറയാ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സംഭവം, അത് പ്രോപ്പറായിട്ട് അതിന്റെ മ്യൂസിക് പോലും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു റഫ് ആയിട്ട് ചെയ്തൊരു സാധനമാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് നേരെ ലീക്ക് ആവുകയും ഇനിയിപ്പോ എന്തായാലും ലീക്കായി, അങ്ങനെ ഇനിയിപ്പോ നോക്കി കണ്ടതുകൊണ്ട് അവർ പിന്നെ അത് അങ്ങോട്ട് പുറത്തേക്ക് വിടുകയായിരുന്നു ചെയ്തത്. പൃഥ്വിരാജ് ഇൻസ്റ്റയിൽ അങ്ങനെ അത് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അത് പുറത്തു വിട്ടത്. സോ അതല്ലാണ്ട് ഒഫീഷ്യലി നമ്മൾ കാത്തിരിക്കുന്ന ഒരു സാധനം, ഫുൾ അവർ എല്ലാ വർക്കും ചെയ്ത് ഓക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇതാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞിട്ടൊരു സാധനം തരുമ്പോൾ അത് നല്ല പ്രതീക്ഷയോടെയാണ്. സാധാരണ അറിയാലോ, ഫസ്റ്റ് ലുക്ക് വന്ന് പിന്നെ മറ്റു കാര്യങ്ങളോ ഇതൊക്കെ ശേഷം ട്രെയിലറും ടീസറൊക്കെ വരിക. പക്ഷേ ഈ സിനിമയ്ക്ക് നേരെ തിരിച്ചായി പോയി. എനിവേ, ഇനിയും നല്ല കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീസറോ ഗ്ലിംസോ ട്രെയിലറോ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നാളെ അതിന്റെ തുടക്കം എന്ന രീതിയിൽ, ഒഫീഷ്യലി ഉള്ള തുടക്കം എന്ന രീതിയിൽ നാളെ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരും. ഐ എം റിയലി വെരി വെരി എക്സൈറ്റഡ്. നിങ്ങൾ എങ്ങനെയാണുള്ളത് തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഇതൊരു 90% മലയാളികളും വായിച്ചിട്ടുള്ള ഒരു പുസ്തകമായിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കാനുണ്ട് മലയാളത്തിൽ. അപ്പൊ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ആടുമായിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ട്. ഞാൻ അത് പറയുമ്പോൾ എങ്ങനെ ഇത് ചെയ്യും പൃഥ്വിരാജ് എന്നൊരു വലിയൊരു ഡൗട്ട് ഉണ്ട്. പ്ലസ് ഇത് എങ്ങനെയായിരിക്കും ആവിഷ്കരിച്ചിട്ടുണ്ടാവുക. ആ സീനൊക്കെ വായിച്ച ആളുകൾക്ക് അറിയാം. അത് സെക്ഷലി അത്രയും ഇതായി കഴിഞ്ഞതിന് ശേഷം അമ്മിണി എന്നാണ് തോന്നുന്നത് ആടിന്റെ പേര്. ആ ആടുമായിട്ടുള്ളൊരു സംഭവമൊക്കെ ആ കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയായിരിക്കും ഇതിൽ മേക്ക് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ അതിനെ അവരത് കട്ട് ചെയ്ത് കളയോ, സിനിമയിൽ അത് പറയാണ്ട് പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. കാരണം പൃഥ്വിരാജ് അത്രയും ഡെയർ ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാൻ. നമ്മളത് മുംബൈ പോലീസിൽ കണ്ടതാണ്. ആ സമയത്ത് ഗേ എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശം രീതിയിൽ ആളുകൾ കണ്ടിരുന്ന ഒരു സമയത്ത് ധൈര്യമായിട്ട് ആ സാധനം കാണിച്ച ഒരാളാണ്. സോ അത്തരത്തിലുള്ള ആളെന്ന രീതിയിൽ ഇതിലും ഇത് വളരെ ധൈര്യമായിട്ട് തന്നെ പുള്ളിക്കാരൻ കാണിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിവേ, വൈഫ് കഷ്ടപ്പെട്ട് ഒരു മറ്റേ എന്താണ് ആപ്പിൾ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിനപ്പുറത്തേക്ക് പറഞ്ഞു വെക്കാലെ ഒരു അവസ്ഥയില്ല. സോ അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ ടാറ്റ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൊണ്ട